വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 4ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ജീവനുള്ള വിത്തുകൾ. ഇതിൻ്റെ ഞാനൊരു പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് സീഡ് ഓഫ് ലൈഫ്. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് മലയാളം മീഡിയക്കാർക്ക് ജീവനുള്ള വിത്തുകൾ. ഇതിൻ്റെ ഞാനൊരു പാർട്ട് ഇട്ടതാണ്. എന്നാലും ആ ലിങ്ക് കാണാത്തവർക്ക് വേണ്ടി ആ നോട്ട് മാത്രം ഞാൻ പറയാം, കാരണം ഈ പുസ്തകത്തിനകത്തിലെ ഇതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ് കേട്ടോ. ഇതൊക്കെ എന്താണെന്ന് 1ാമത്തെ പാർട്ടിൽ നല്ലതുപോലെ പറഞ്ഞതാണ്. നമ്മൾ ഏതാണ്ട് കിളികളുടെ അല്ലേ വിത്തുകൾ പലയിടങ്ങളിൽ വരെ, അല്ലെങ്കിൽ വിത്ത് വിതരണം എന്തിന് എന്ന് പറയുന്നിടം വരെ ഞാനത് ഇട്ടതാണ്. എന്നാലും എൻ്റെ നോട്ട് കിട്ടാത്തവർക്ക് വേണ്ടി മാത്രം ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങളെ. അതായത് ജീവനുള്ള വിത്തുകൾ അല്ലേ, ഏതെങ്കിലും 2 വിത്തുകൾ ക്ലാസ്സിൽ പ്രദർശിപ്പിച്ചിട്ട് അവയുടെ സവിശേഷതകൾ എഴുതാനാണ് 1ാമത്തെ ചോദ്യം. കളക്ട് എ വെറൈറ്റി ഓഫ് സീഡ്സ്, ഡിസ്പ്ലേ ദ സീഡ്സ് ഇൻ യുവർ ക്ലാസ് ആൻഡ് റൈറ്റ് അബൌട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഏതെങ്കിലും 2 വിത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുത്താൽ മതി. ഞാനിവിടെ ആപ്പിളും മാംഗോയുമാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കൊടുത്താൽ മതി. അന്ന് ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും എഴുതിയിട്ടുണ്ട് കേട്ടോ. അതായത് നെയിം ഓഫ് ദ പ്ലാന്റ്, കളറ്, സൈസ്, ഷേപ്പ്, അതർ ഫീച്ചേഴ്സ് അല്ലേ, ടെസ്റ്റിലുണ്ട് അത് കേട്ടോ. അത് നിങ്ങൾക്ക് ഏതാണോ, ഇപ്പം ഇതിനകത്തിൽ ഇപ്പം നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ഏതാ, ആപ്പിളും പിന്നെ കളറ് ബ്രൗൺ അല്ലെങ്കിൽ ലൈറ്റ് റെഡ് എന്നോ എന്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസും വലിപ്പവും. ആപ്പിളിൻ്റെ സ്മാളാണ്, ഷേപ്പ് എന്ന് വെച്ചാൽ ടിയർ ഡ്രോപ്സ്. അതൊന്നും അറിഞ്ഞിരിക്കണം കുഞ്ഞുങ്ങളെ. ആപ്പിളിൻ്റെ ഷേപ്പ് എന്താണ്, കണ്ണുനീർ തുള്ളി ഉണ്ടല്ലോ അതുപോലെ ഇരിക്കുകയാണെന്ന്. അതർ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ മറ്റ് പ്രത്യേകതകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് എഴുതാം. സ്മൂത്ത് സർഫസ് ആണ് എന്ന് വെച്ചാൽ എന്താ, കഴിക്കാൻ നല്ല ഇതാണെന്നൊക്കെ നിങ്ങൾക്ക് എന്താണോ അറിയാവുന്ന അത് എഴുതിയാൽ മതി. ഞാനിപ്പോൾ ഇത് തന്നുകൊണ്ട് ഇത് തന്നെ എഴുതണമെന്നൊന്നുമില്ല. നെയിം ഓഫ് ദ പ്ലാന്റ്സ്, ഇഷ്ടമുള്ള വേറെ മാംഗോയെ, കളർ എന്താണ്, അതൊക്കെ കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതിയാൽ മതി. ഓക്കെ, അടുത്തത് 2ാമത്തെ ചോദ്യം. വാട്ട് ഫാക്ടേഴ്സ് ആർ റിക്വയർഡ് ഫോർ ജെർമിനേഷൻ ഓഫ് ദ സീഡ്സ്? വിത്ത് മുളയ്ക്കാൻ ഏതെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? നിങ്ങളുടെ ഊഹം എഴുതാനാണ്. ഒരു വിത്ത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ എന്തെല്ലാം ആവശ്യമുണ്ടെന്ന്. വാട്ടർ, സൺലൈറ്റ്, സോയിൽ, എയർ, വെള്ളം, സൂര്യപ്രകാശം, മണ്ണ്, വായു, ഇവയൊക്കെ വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, ആണോ അല്ലയോ എന്ന് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ നമുക്കൊരു ഏകദേശം നമ്മുടെ ഒരു കണക്കനുസരിച്ച് അല്ലെ ഒരു രീതി അനുസരിച്ച് നമ്മൾ എങ്ങനെ പറയാം, ഇത് 4 എണ്ണം ഉണ്ടെങ്കിലേ ചെടിയോ ഒരു വിത്ത് കിളിക്കത്തുള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി അത് ഉള്ളതാണോ നമുക്ക് നോക്കാം. ഫോർ സീഡ് ടു ജെർമിനേറ്റ്, വിത്ത് മുളയ്ക്കൽ. നോക്കിയേ, വാട്ടർ ഈസ് നെസസറി ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. വാട്ടർ ഈസ് നെസസറി, ഞാൻ അത് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് അങ്ങ് വായിക്കാം കുഞ്ഞുങ്ങളെ. വാട്ടർ ഈസ് നെസസറി ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ്, ബട്ട് ദ ഫാക്ടേഴ്സ് ലൈക്ക് സോയിൽ ആൻഡ് സൺലൈറ്റ് ആർ നോട്ട് നെസസറി. Besides, water and air are suitable. Temperature are also necessary for seed germination. Different seeds have different germination time and suitable temperature. വല്ല മനസ്സിലായോ? അതായത് വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ് എന്നാ പറയുന്നത്. വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ്, എന്നാലോ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല എന്നാ പറയുന്നത്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്താ കുഞ്ഞുങ്ങളെ? നമുക്കൊരു വിത്ത് കിളിക്കണമെങ്കിൽ മണ്ണും സൂര്യപ്രകാശവും എന്നിവ ആവശ്യമില്ല എന്ന്. പിന്നോ ജലത്തിന് പുറമെ വായു, അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ്. വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാനെടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണ് എന്നാണ് പറയുന്നത്. മലയാളം മീഡിയക്കാർ ഇതങ്ങ് എഴുതിയെടുക്കണേ. എന്താ നിങ്ങളെ, ഒരു വിത്ത് മുളയ്ക്കാൻ നമ്മൾ എന്തൊക്കെ വേണമെന്നാണ് ഈ ചോദ്യം. എന്തൊക്കെയാ? വാട്ടർ, വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണെന്നാണ് പറയുന്നത്. വാട്ടർ ഈസ് നെസസറി ഫോർ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. എന്നാൽ എന്താ, ബട്ട് ദ ഫാക്ടേഴ്സ് ലൈക്ക് സോയിൽ ആൻഡ് സൺലൈറ്റ് ആർ നോട്ട് നെസസറി. നമുക്കൊരു വിത്ത് നടണമെങ്കിൽ മണ്ണും സൂര്യപ്രകാശവും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ബിസൈഡ്സ് വാട്ടർ, എയർ ആൻഡ് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ ആർ ആൾസോ നെസസറി ഫോർ സീഡ് ജെർമിനേഷൻ. എന്നാൽ എന്താ, നമുക്ക് ജലത്തിന് പുറമെ വായുവും അതുപോലെ അനുയോജ്യമായ താപനിലയും എന്നിവ വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണെന്നാണ് പറയുന്നത്. പിന്നെ വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്താ, അതിൻ്റെയൊക്കെ ഓരോ വ്യത്യസ്ത സമയമൊക്കെ ആയിരിക്കും അല്ലേ. അനുയോജ്യമായ ഓരോ സീഡ്സിനും ഡിഫറൻറ്റ് സീഡ്സ് ഹാവ് ഡിഫറൻറ്റ് ജെർമിനേഷൻ ടൈംസ് ആൻഡ് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ. എന്ന് വെച്ചാൽ എന്താ, വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാനെടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയെടുക്കണേ. അടുത്ത 4ാമത്തെ, നമ്മൾ ടെസ്റ്റിനകത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ടെസ്റ്റിനകത്ത് ഇതെല്ലാം പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ എക്സ്പെരിമെൻ്റായിട്ട് ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാം ലാസ്റ്റിൽ കേട്ടോ. ഇതിനകത്തൊരു 3-4 എക്സ്പെരിമെൻ്റ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് ആദ്യമേ പഠിക്കാം. വിത്ത് മുളയ്ക്കലാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഈ വിത്തിനുള്ളിലെ കാര്യങ്ങൾ, ഇത് ഈ വിത്തിനൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു. ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ എന്താണ്? പരീക്ഷയ്ക്ക് ചിലപ്പോൾ 2 മാർക്ക് ചോദിക്കാം. എന്താണ് ഈ ഹൈഡ്രോപോണിക്സ്? ഹൈഡ്രോപോണിക്സ് ഈസ് എ ന്യൂ മെത്തേഡ് ഓഫ് ഗ്രോയിങ് പ്ലാന്റ്സ് വിത്തൗട്ട് സോയിൽ. എന്ന് വെച്ചാൽ എന്താ, മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. മണ്ണ് വേണ്ടാന്ന്
മണ്ണില്ലാതെ എങ്ങനെ ചെടി നടാവുന്നത് ഇല്ലയോ? ഇപ്പം എല്ലാ കണ്ടുപിടുത്തങ്ങളും ഉണ്ടല്ലോ. മണ്ണില്ലാതെ എങ്ങനെയാ സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഈ കൃഷി രീതിയിൽ മണ്ണിന് പകരം പോഷക ലായനിയിൽ സസ്യങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത്. എന്താ കുഞ്ഞുങ്ങളെ? ഇൻ ദീസ് മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ പ്ലാന്റ്സ് ആർ ഗ്രോൺ ഇൻ എ ന്യൂട്രിയൻസ് സൊല്യൂഷൻസ് ഇൻസ്റ്റഡ് ഓഫ് സോയിൽ. ഇംഗ്ലീഷ് മീഡിയക്കാർ ഹൈഡ്രോപോണിക്സ് ചോദിക്കുമ്പോൾ ഇത് എഴുതുക, മലയാളം മീഡിയക്കാർ ഇത് എഴുതുക. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ചിട്ട് അർത്ഥം അറിയാൻ വയ്യാത്ത രീതി നോക്കി പഠിക്കണേ. അടുത്തത് എന്താണ് ഈ കോട്ടിലിഡോൺ അല്ലെങ്കിൽ ബീജപത്രം എന്നാൽ എന്ത്? ബീജപത്രം എന്താണ് ഈ കോട്ടിലിഡോൺ? എന്തുവാ പേര് കേട്ടിട്ട് വല്ലതും കേട്ടതുമായിട്ട് വല്ലതും ഉണ്ടോ? ഉണ്ട്. കാരണം എന്താ ഇത് കണ്ടോ കുഞ്ഞുങ്ങളെ? ഇതെന്താ സംഭവം? വല്ലതും മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കയ്യിലൊരു ഒരു പയറിൻ്റെ വിത്ത് കിട്ടി. പയറിൻ്റെ വിത്ത് കിട്ടിയാൽ നമ്മൾ എന്താ അങ്ങോട്ട് കൊണ്ട് എറിഞ്ഞിടുവാന്നോ ചെയ്യുന്നത്? അല്ല, അതൊരു ഇച്ചിരി മണ്ണ് നീക്കി നമ്മൾ നട്ട് വെച്ചു. ഓക്കെ, നട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ആദ്യമേ അതിൻ്റെ കിളിപ്പ് മണ്ണിനകത്ത് അതിൻ്റെ കിളിച്ച് തണ്ട ഇറങ്ങി ആ വേര് ഫസ്റ്റ് താപ്പോട്ടാണ് പോകുന്നത്. ഫസ്റ്റ് എങ്ങോട്ടാ? ഫസ്റ്റ് ഊട്ടിക്കാന്നോ? അല്ല, ഫസ്റ്റ് താപ്പോട്ടാണ് പോകേണ്ടത് കേട്ടോ. താപ്പോട്ട് ഇങ്ങനെ പോകുന്നതിനെയാണ് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ബീജമൂലം അല്ലെങ്കിൽ മൂലം ആണ് റാഡിക്കിൾ. ഇനി മലയാളം മീഡിയക്കാർ ഇംഗ്ലീഷ് മീഡിയക്കാരെ ഉണ്ട് റാഡിക്കിൾ പേരോർത്തോണേ. താപ്പോട്ട് പോകുന്ന ഇതാണ് റാഡിക്കിൾ. ഇനി നോക്കിക്കേ, ഇനി ഇത് 2-3 ദിവസം കഴിയുമ്പോൾ എന്തറിയോ? ഈ നട്ട നമ്മൾ പയർ എന്താണെന്നറിയോ? ഇങ്ങി കയറി മേളിൽ കയറി തണ്ട ആ പയർ ഇങ്ങി മേളിൽ കയറും. എന്നിട്ട് ആ വേര് നോക്കിയ വലിയ വേര് ഇങ്ങി മണ്ണിനകത്തിലോട്ടും പോവും. ഇത് പൊട്ടി മേളിലോട്ട് വന്ന് തണ്ട കിളിച്ച് ഇങ്ങി മേളിൽ കയറും. അതാണ് ബീജപത്രം. എന്താണ്? കോട്ടിലിഡോൺ എന്ന് വെച്ചാൽ എന്താണ്? കണ്ടോ? ഇപ്പം മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ വലിയ വേര് പൊട്ടി താപ്പോട്ട് പോവാണ്. പയറുമണി മേപ്പോട്ട് പൊങ്ങി തണ്ടിങ്ങനെ. അതിനെ പറയുന്ന പേര് ബീജപത്രം അല്ലെങ്കിൽ കോട്ടിലിഡോൺ. ബീജപത്രമാണ്. ഇനി ആ മേപ്പോട്ട് വന്ന ആ ഫുൾ, അതായത് ഈ മണ്ണിന് താഴെയുള്ള ഈ ഭാഗത്തിനെ നമ്മൾ റാഡിക്കിൾ, ആ വേരിനാണ് റാഡിക്കിൾ എന്നും, അതിൻ്റെ മേപ്പോട്ട് വന്നതാണ് ഈ കമ്പോ ഇല, ഇതിനെ മൊത്തത്തിൽ പറയുന്നത് ബീജ ശീർഷം എന്നും പറയുന്നു. മൂലം താപ്പോട്ടും ശീർഷം മേപ്പോട്ടുമാണ്. ഓർത്തോണം, തിരിഞ്ഞു പോലെ മൂലം താപ്പോട്ടും ശീർഷം മേപ്പോട്ടുമാണ്. അതായത് റാഡിക്കിള് താപ്പോട്ടും പ്ലിമ്യൂള് മുകളിലോട്ടും വന്ന ക്ലൂ ഓർത്ത് വെച്ചേക്കണം. അപ്പം നമുക്ക് എന്താണ് കോട്ടിലിഡോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫുഡ് ഫോർ ദ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ദ ഫുഡ് ഫോർ ദ പ്ലാന്റ്സ് അണ്ടിൽ ദ സീഡ് ജെർമിനേറ്റ് ആൻഡ് ഗ്രോ എ ലീഫ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ കോട്ടിലിഡോൺ. വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജപത്രത്തിൽ നിന്നാണ്. എന്താണ് ഈ എൻഡോസ്പെയം ഈസ് ദ പാർട്ട് ഓഫ് അറ്റാച്ച്ഡ് ടു ദി ഡാഷ് എന്ന് ചോദിച്ചാൽ, എൻഡോസ്പെയം ഈസ് ദ പാർട്ട് അറ്റാച്ച്ഡ് ടു ദ കോട്ടിലിഡോൺ. ഇത് ഒരു മാർഗം ഇപ്പോൾ ചോദിക്കാം. അതായത് ബീജപത്രത്തോട് ചേർന്ന് കാണപ്പെടുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ബീജാന്നം അല്ലെങ്കിൽ എൻഡോസ്പെയം. ഓക്കെ ആണോ നിങ്ങളെ? ഇനി ഒരു പ്ലാന്റ്സ് വിത്ത് ഓൺലി വൺ കോട്ടിലിഡോൺ ദ ഫുഡ് ഫോർ ദ പ്ലാന്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ എൻഡോസ്പെയംസ് അണ്ടിൽ ദ സീഡ് ജെർമിനേറ്റ് ആൻഡ് ഗ്രോ ഇറ്റ്സ് ലീവ്സ്. അതായത് ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്ന വരെ ആ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് അതിൻ്റെ ബീജാന്നം അല്ലെങ്കിൽ എൻഡോസ്പെർമിൽ നിന്നുമാണ്. അത് ഓർത്തോണേ, എൻഡോസ്പെർമിൽ നിന്നുമാണ്. ഇത് വൺ വേർഡിനൊക്കെ ചോദിക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇല ഉണ്ടെങ്കിലല്ല അതിനകത്തിൽ പ്രകാശ സംശ്ലേഷണം വഴി ആഹാരം പാകം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഉണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം എവിടെ നിന്നാണ് കിട്ടുന്നത്? അതിൻ്റെ ബീജാണ്ടത്തിൽ നിന്ന്. ബീജാണ്ടം എന്ന് വെച്ചാൽ എൻഡോസ്പെർമിൽ നിന്നുമാണ്. തിരിഞ്ഞു പോലെ നിങ്ങളെ ഈ 6 എണ്ണവും വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. ഓക്കെ, അടുത്ത എന്താണ് ഈ സീഡ് ജെർമിനേഷൻ എന്ന് വെച്ചാൽ? അതായത് വിത്ത് മുളയ്ക്കൽ എന്നാൽ എന്താണ്? ദ സീഡ് ബിക്കംസ് സോക്ക്ഡ് ആൻഡ് സോക്ക്ഡ് എന്ന് വെച്ചാൽ കുതിർക്കുക കേട്ടോ. ആൻഡ് ദ ഔട്ടർ ഷെല്ല് ബേസ്റ്റ്. ഫസ്റ്റ് ദ റാഡിക്കിൾ ആൻഡ് ദെൻ ദ പ്ലിമ്യൂൾ എമേർജ്. ദ റാഡിക്കിൾസ് ബിക്കംസ് ദ റൂട്ട് ഓഫ് ദ പ്ലാന്റ്സ്. ഞാൻ സെൻറ്റൻസ് മാറ്റി നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം. നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ, 5-ലല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വലിയ ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും കൊണ്ട് പേടിക്കേണ്ടാവില്ല. ഇനി സെൻറ്റൻസ് കുത്ത് കണ്ടോ വലുതായിട്ട് എഴുതിയേക്കുന്നത്. ദ പ്ലിമ്യൂൾ ബിക്കംസ് ദ സ്റ്റെം ആൻഡ് ലീഫ്. ദ ഗ്രോവിംഗ് പ്ലാന്റ്സ് കൺസ്യൂംസ് ദ ഫുഡ് സ്റ്റോർ ഇൻ ദ കോട്ടിലിഡോൺ ഓർ എൻഡോസ്പെം അണ്ടിൽ ഫോട്ടോസിന്തസിസ് ഫുള്ളി ഫങ്ഷണൽ. ഇത് കാണുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, ഇതിൻ്റെ അർത്ഥം അറിയാമെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. അതായത് ഒരു വിത്ത് മുളയ്ക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും? ഇപ്പം നമ്മൾ പഠിച്ചില്ലേ, അതാണ്ട് ഈ പടം
ഈ പടത്തിനെ നമ്മൾ എങ്ങനെയാണെന്നാ ഇപ്പം പറയാൻ പോകുന്നത്. എങ്ങനെയൊക്കെയാണ് നിങ്ങളെ നോക്കി ഈ പടം കാണുമ്പോഴേ വിത്ത് നടന്നു, അതിൻ്റെ താഴോട്ട് വേര് പോകുന്നു, കണ്ടോ, അതിൻ്റെ മേളിൽ വരുന്നത് എന്താണ്, ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെയായിരിക്കും പറയുന്നത് നോക്കിക്കേ. വിത്ത് കുതിർത്ത് നമ്മളൊരു വിത്ത് മണ്ണിനകത്തിൽ നടുമ്പോഴേ അത് പിറ്റേനെ കിളിച്ച് വരുമോ? ഇല്ല. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എങ്ങനെയാവും നിങ്ങളെ, ആ വിത്തിനെ നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ അല്ലെ വെള്ളം നനവുണ്ടെങ്കിൽ ആ ഏതൊരു വിത്തിനകത്തിലും ചെറിയ സുഷിരങ്ങളുണ്ടാകും. ചെറിയ സുഷിരം, സ്മാൾ പോർ, ചെറിയ ഏതൊരു വിത്തിൻ്റെ ഒരു ദ്വാരം കാണും അല്ലേ, ആ ദ്വാരത്തിലൂടെ അല്ലെങ്കിൽ ആ സുഷിരത്തിലൂടെ എന്ത് ചെയ്യുന്നറിയോ, വെള്ളം ആ സീഡ്, ഏത് സീഡാണോ അത് വലിച്ചെടുക്കും. അങ്ങനെ വലിച്ചെടുത്ത് എന്താണ്, ഇതിൻ്റെ പുറത്തെ പാളി അത് വീർക്കുമല്ലോ. വലിച്ചെടുക്കുമ്പോൾ എന്താ, അത് മണ്ണിനകത്ത് കിടന്ന് വീർത്ത് അതിൻ്റെ പുറത്തെ പാളി പൊട്ടിപ്പോകുന്നു. പുറം തോല്, നമ്മൾ പയറാണെങ്കിൽ പയറിൻ്റെ തൊലി, കടല ഒരു കപ്പലണ്ടിയുടെ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അതിൻ്റെ എല്ലാ പുറത്തെ ആ തൊലി ഭാഗമില്ലേ അതങ്ങ് പോകുന്നു എന്ന്. അതായത് വിത്ത് കുതിർത്ത് പുറം തോട് പൊട്ടുന്നു. ആദ്യം എന്താ ഉണ്ടാകുന്നത്, ബീജമൂലവും. നമ്മൾ പറഞ്ഞല്ലോ ആദ്യം എന്താ ഉണ്ടാകുന്നത്, ബീജമൂലവും. ഇത് ഓർത്തോണേ കുഞ്ഞുങ്ങളെ. പിന്നീടോ ബീജശീർഷവും പുറത്തു വരുന്നു. ആദ്യമേ ബീജമൂലവും പിന്നാണ് ബീജശീർഷവും പുറത്തു വരുന്നത്. പിന്നോ ബീജശീർഷവും തണ്ടും, ബീജമൂലം ചെടിയുടെ വേരായിട്ടും മാറുന്നു, ബീജശീർഷം തണ്ടും ഇലയുമായിട്ട് മാറുന്നു. പൂർണ്ണമായും പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ ഇത് ബീജപത്രത്തിലോ അല്ലെങ്കിൽ ബീജാന്നത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. മുമ്പേ നമ്മൾ പറഞ്ഞതാ അല്ലേ. അപ്പോൾ ഇത് രണ്ടും ഓർത്തോണേ, തിരിഞ്ഞു പോലെ കുഞ്ഞുങ്ങളെ. ബീജമൂലം കേട്ടോ, ബീജമൂലം എന്ന് വെച്ചാൽ റാഡിക്കിളാണ്. നമ്മൾ മേളിൽ ഇംഗ്ലീഷ് പറഞ്ഞു, എന്നാൽ ബീജമൂലം എന്ന് വെച്ചാൽ റാഡിക്കിളും ബീജശീർഷം എന്ന് വെച്ചാൽ എന്താ പ്ലിമ്യൂളുമാണ്. തിരിഞ്ഞു പോവല്ലേ. ഓക്കെ, ഇനി നമുക്ക് സീഡ് ഡിസ്പേഴ്സൽ എന്താണ് വിത്ത് വിതരണം. സീഡ് വിത്ത് വിതരണം എന്നാണ് സീഡ് ഡിസ്പേഴ്സൽ. സീഡ് ഡിസ്പേഴ്സ് ഒരു മാർക്കിന് ചോദിച്ചാൽ ഇസ് ദ പ്രോസസ് ഇൻ വിച്ച് സീഡ് ഫ്രം ദ മദർ പ്ലാന്റ് റീച്ച് ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്. എന്നുവെച്ചാൽ മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നത് തന്നെയാണ് വിത്ത് വിതരണം. ഇത് പല തരത്തിലുണ്ട്. സീഡ് ഡിസ്പേഴ്സൽ 3 വിധത്തിൽ പറയുന്നുണ്ട് കേട്ടോ. ഞാനത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. എന്താ നിങ്ങളെ, സീഡ് ഡിസ്പേഴ്സൽ എന്നാണ് ഇവിടെ ചോദിച്ചിട്ട്. അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് ഞാനത് എഴുതിയില്ല, അതുകൊണ്ടാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് സീഡ് ഡിസ്പേഴ്സൽ കേട്ടോ. അതങ്ങ് എഴുതിയെടുക്കണേ, ഞാൻ സെപ്പറേറ്റ് എഴുതിയില്ല നിങ്ങളെ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് സീഡ് ഡിസ്പേഴ്സൽ എങ്ങനെയൊക്കെയാണ്? ത്രൂ ദ വാട്ടർ ആൻഡ് വിൻഡ്. ശക്തമായ മഴ പെയ്തോ അല്ലെങ്കിൽ കാറ്റിലൂടെയോ എന്ത് ചെയ്യുന്നു, വിത്തുകൾ പലയിടത്തായിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നു. ഇപ്പോൾ നല്ല മഴ പെയ്യുമ്പോൾ എന്താ, നമ്മൾ ചെടി ബോൾസൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങളെ, അല്ലെങ്കിൽ അതുപോലെയുള്ള എല്ലാ ഒരുപാട് ചെടികളുടെ ചീരയുടെ അരി പോലത്തെ ഒരു ചെടിയുണ്ടല്ലോ, അതൊക്കെ എന്താണ്, നമ്മൾ നട്ട് കുറച്ച് മഴ പെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ കാണാം ഇച്ചിരി ദൂരെ എവിടെയെങ്കിലും പോയി അത് നിന്ന് കിളിച്ച് അതിൻ്റെ അരി കിളിച്ച് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ. ബന്ദിപ്പൂ, ജമന്തിപ്പൂ ഒക്കെ, അതാണ് പ്രത്യേകത. അതായത് വാട്ടർ ശക്തമായി കാറ്റടിച്ചോ അല്ലെങ്കിൽ വെള്ളം ഒലിച്ചോ എങ്ങനെയും അത് ദൂരെ പോയി നിന്ന് കിളിക്കുന്നു. പിന്നെ ബൈ ബേർഡ്സ് ആൻഡ് ആനിമൽസ്. ഇനി എന്താ, നമ്മൾ ഈ റംബൂട്ടാനോ അല്ലെങ്കിൽ എന്താ അതുപോലെയല്ല മാങ്ങയോ ഒക്കെ എന്തായിരുന്നു ഈ ബേഡ്സുകളോ അല്ലെ ആനിമൽസോ എന്തോ ആയിക്കോട്ടെ അതൊക്കെ കഴിച്ചിട്ട് അതും എന്താ അതിൻ്റെ കുരു എവിടെയെങ്കിലും ഒക്കെ കൊണ്ടിട്ട് അത് കിളിക്കുന്നുണ്ട്. ബൈ ബേസ്റ്റിംഗ്. പിന്നെ പൊട്ടിത്തെറിക്കുന്നതിൻ്റെയൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുന്നുണ്ട്. പൊട്ടിത്തെറിയല്ല, അതിനെക്കുറിച്ച് പഠിക്കുന്നത് ബൈ ബേസ്റ്റിംഗ് കേട്ടോ. അങ്ങനെയും എന്താണ് ഇത് പലയിടത്തായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്നാണ്. അപ്പോൾ വിത്ത് വിതരണം എന്താണെന്നാണ്. വിത്ത് വിതരണം നടക്കുന്നത് 3 വിധമാണെന്ന് എപ്പോഴും ഓർത്തോണം. വെള്ളത്തിലൂടെയും കാറ്റിലൂടെയും ഉണ്ട്, പക്ഷി മൃഗാതിലൂടെയുണ്ട്, അതുപോലെ തെറിച്ചുകൊണ്ടെന്ന് എപ്പോഴും ഓർത്തോണം കേട്ടോ. അത് ഞാൻ സെപ്പറേറ്റ് എഴുതാഞ്ഞുണ്ടാവും, നിങ്ങളെ ഇങ്ങനെ എഴുതിയെടുക്കണേ കേട്ടോ. അപ്പം എന്താണ് സീഡ് ഡിസ്പേഴ്സൽ എന്ന് വെച്ചാൽ എന്താണ്, മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതിന് നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ബോൾസോ ആയിക്കോട്ടെ, ബോൾസത്തിൻ്റെ അരി താഴെ വീണ് കഴിഞ്ഞാൽ ശക്തമായ മഴ പെയ്യുമെങ്കിൽ അത് ഒലിച്ച് വേറെ എവിടെയെങ്കിലും പോയി കിടന്നായിരിക്കും കിളിക്കുന്നത്, അത്രയേ ഉള്ളൂ. അതാണ് സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത നമ്മൾ പഠിക്കുന്നത് എന്താണ് ജെർമിനേഷൻ. അതായത് അതിൻ്റെ മലയാളം കറക്റ്റ് അതിൻ്റെ ബീജാങ്കുരണം എന്നാണ് കറക്റ്റ് അതിൻ്റെ മലയാളം പറയുന്നത്, ബീജാങ്കുരണം അല്ലെങ്കിൽ വിത്ത് മുളയ്ക്കൽ. ജെർമിനേഷൻ മീൻസ് വിത്ത് മുളയ്ക്കലെന്നോ ബീജാങ്കുരണോ എന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ ജെർമിനേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ദി എംബ്രിയോ ഇൻസൈഡ് ദ സീഡ് ഗ്രോവിങ് ഇൻ ടു എ സീഡ്ലിംഗ് അണ്ടർ ഫേവറബിൾ സർക്കംസ്റ്റൻസ്. വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ? എന്താണ് ജെർമിനേഷൻ? ജെർമിനേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ദി എംബ്രിയോ ഇൻസൈഡ് ദ സീഡ് ഗ്രോവിങ് ഇൻ ടു സീഡ്ലിംഗ് അണ്ടർ ഫേവറബിൾ സർക്കംസ്റ്റൻസ്. 2 മാർക്കിൻ്റെ ചോദ്യമാണ്, നിസ്സാരമായിട്ട് കരുതരുത്. വിത്തിനുള്ളിലെ ഭ്രൂണം അനുകൂലമായ സാഹചര്യത്തിൽ അത് തൈയായിട്ട് വളരുന്ന പ്രക്രിയയാണ്.
അല്ലേ? നമ്മളിപ്പോൾ ഒരു മാങ്ങാണ്ടി ഉണ്ടെന്ന് എവിടെയെങ്കിലും കിടന്ന് കിളിച്ച് അത് നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ അവിടെ കിടന്ന് കിളിക്കത്തില്ലേ? അത് നമ്മൾ വല്ലതും ചെയ്തിട്ടാണോ? അത് അവിടെ കിടന്ന് എന്താ വിത്തിനുള്ളിലെ ഭ്രൂണം അനുകൂലമായ സാഹചര്യത്തിൽ അത് തൈയായിട്ട് വളരുന്ന പ്രക്രിയയാണ് എന്താ മുളയ്ക്കൽ, വിത്ത് മുളയ്ക്കൽ, അല്ലെങ്കിൽ മുളയ്ക്കൽ എന്ന് വെച്ചാൽ വിത്ത് മുളയ്ക്കലായിട്ടോ. എന്ത് മുളയ്ക്കലാ? വിത്ത് മുളയ്ക്കൽ അല്ലെങ്കിൽ ബീജാങ്കുരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ മുമ്പ് പറഞ്ഞു എന്താണ് ഈ റാഡിക്കിള്, എന്താണ് പ്ലിമ്യൂള്, എന്താണ് കോട്ടിലിഡോൺ എന്ന് പറഞ്ഞില്ലേ? ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ എഴുതാൻ അറിയണ്ടേ? നോക്കിയോ നിങ്ങളെ, നമ്മൾ പറഞ്ഞു ഒരു വിത്ത് നട്ട് കഴിഞ്ഞാൽ ദ ഫസ്റ്റ് ടു കം ഔട്ട് ഫ്രം ദ സീഡ് ഡ്യൂറിങ് ജെർമിനേഷൻ ഈസ് കാൾഡ്. അതായത് വിത്ത് മുളയ്ക്കുമ്പോൾ എപ്പോഴും ഓർത്തോണേ, ഇത് 1 മാർക്കിനോ 2 മാർക്കിനോ എന്തോ ആയിക്കോട്ടെ, വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്ത് വരുന്നതാണ് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കിള്. ഓക്കെ ആണോ നിങ്ങളെ? നല്ലപോലെ പഠിക്കണേ. ദ ഫസ്റ്റ് ടു കം ഔട്ട് ഫ്രം ദ സീഡ്സ് ഡ്യൂറിങ് ജെർമിനേഷൻ ഈസ് കാൾഡ് റാഡിക്കിൾ. റാഡിക്കിൾ ഗ്രോ ഇൻ ടു ദി സോയിൽ ആൻഡ് ഫോംസ് റൂട്ട്. ഈ നമ്മൾ പറഞ്ഞു ബീജമൂലം എപ്പോഴാ? മൂലം താപ്പോട്ടും ശീർഷം മേപ്പോട്ടും ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? റാഡിക്കിൾ എപ്പോഴും എന്താണ്? മണ്ണിലേക്ക് വളർന്ന് വേരായിട്ട് മാറുന്നു എന്നാണ് നമ്മൾ ആ പടം ഉൾപ്പെടെ പറഞ്ഞല്ലേ. ഇനിയും കാണിക്കണ്ടല്ലോ, പടം നോക്കണേ. റാഡിക്കിൾ ആ പടത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദ ഫസ്റ്റ് ടു കം ഔട്ട് ഫ്രം ദ സീഡ്സ് ഡ്യൂറിങ് ജെർമിനേഷൻ ഈസ് കാൾഡ് റാഡിക്കിൾ. റാഡിക്കിൾ ഗ്രോ ഇൻ ടു ദ സോയിൽ ആൻഡ് ഫോംസ് റൂട്ട്. ഓക്കെ ആണോ നിങ്ങളെ? അടുത്ത പ്ലിമ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദ പ്ലിമ്യൂൾ ഈസ് ദ പോർഷൻസ് ദാറ്റ് ഗ്രോ upward from the embryo. The plumule grow into the stem and leaves. ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വളരുന്ന ആ ഭാഗമാണ് ബീജശീർഷം. ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം. ബീജശീർഷം എന്ന് വെച്ചാൽ എന്താ? പ്ലിമ്യൂൾ ആണോ നിങ്ങളെ? അതെ, ബീജശീർഷം വളർന്നിട്ട് എന്തായിട്ട് മാറുന്നു? അതിൻ്റെ ശീർഷം വളർന്നിട്ട് കാണ്ഡം അല്ലെങ്കിൽ അതിൻ്റെ കമ്പ്, സ്റ്റെമ്മില്ലേ, അതിൻ്റെ കമ്പ് ആയിട്ട് മാറുന്നു, സ്റ്റെം ആയിട്ട് മാറുന്നു. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എന്താണ് കോട്ടിലിഡോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ? കൂട്ടിലിടാനല്ലേ കേട്ടോ, കോട്ടിലിഡോൺ. ബീജപത്രം എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. മലയാളംകാർ മലയാളം എഴുതിയെടുത്തോണം, ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് എഴുതിയെടുത്തോണം. അതിന് വേണ്ടിയാണ് ഇത്രയും. റാഡിക്കിൾ എന്താണെന്ന് പഠിച്ചല്ലോ. എന്താണ്? ബീജമൂലമാണ്. മൂലം താപ്പോട്ടാണെന്ന് ഞാൻ 50 വട്ടം പറഞ്ഞു. അടുത്ത പ്ലിമ്യൂൾ എന്ന് വെച്ചാൽ ബീജശീർഷം എന്താ? മേപ്പോട്ടാണ്. അതിൻ്റെ രണ്ടിൻ്റെ എന്താണ്? കോട്ടിലിഡോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെർമിനേറ്റിംഗ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാം എന്താണ് കോട്ടിലിഡോൺ. ദ ജെർമിനേഷൻ സീഡ്സ് യൂസസ് ദ ഫുഡ് ഓഫ് കോട്ടിലിഡോൺ അണ്ടിൽ ദ ലീവ്സ് ഗ്രോ enough to synthesis food. The germinating seed uses the food of a cotyledon until the leaves grow enough to synthesis food. ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ ബീജപത്രത്തിലെ ആഹാരമാണ് വളർച്ചയായിട്ട് അവർ ഉപയോഗിക്കുന്നത്. ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്ന വെച്ചാൽ ഇലയുണ്ടെങ്കിൽ മാത്രമേ എന്താ ഒരു വിത്ത് അങ്ങോട്ട് നടുമ്പോഴേ പിറ്റേന്ന് ഇലയാവോ? ഇല്ല, അത് അതിന് മെച്യൂർഡായിട്ട് അത് വളർന്ന് ഇച്ചിരി ആയെങ്കിലേ ഇലയാവത്തുള്ളൂ അല്ലേ? വളരെ ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ അതിൻ്റെ ബീജപത്രത്തിലെ ആഹാരമാണ് വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെയാണോ? നമ്പർ അനുസരിച്ച് തന്നെ വൃത്തിയായിട്ട് എഴുതിയെടുക്കാനും കൂടാണ് ഞാൻ ഇങ്ങനെ സ്ലോയിൽ കാണിക്കുന്നത്. അടുത്ത വൈ സീഡ് ഡിസ്ട്രിബ്യൂഷൻസ്. അതോടെ നമ്മൾ എടുത്തായിരുന്നു ഇവിടെ സീഡ് ഡിസ്ട്രിബ്യൂഷൻസ്, ജെർമിനേഷൻസ്, വിത്ത് പലയിടങ്ങളിൽ, സീഡ് ഡിസ്പേഴ്സൽ വരെയാണ് എടുത്തല്ലേ? ഓക്കെ, ഇനി നമ്മൾ വിത്ത് വിതരണം അല്ലേ, സീഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. നോക്കിക്കേ, ഇഫ് ഓൾ ദി സീഡ്സ് ഓഫ് എ പ്ലാന്റ്സ് fall and germinate at the base of the plant, they will not get the soil, water, sunlight and minerals they need to grow. So the seed have to be dispersed to many places. എന്തുവല്ല മനസ്സിലായോ നിങ്ങൾ? If all the seeds of a plants fall and germinate at the base of the plants, they will not get the soil, water, sunlight and minerals they need to grow. So the seed have to be dispersed to many. എന്ന് വെച്ചാൽ ഒരു ചെടിയുടെ എല്ലാ വിത്തുകളും ചെടിയുടെ ചുവട്ടിൽ മുളച്ചാൽ അവയ്ക്ക് എന്ത് ചെയ്യാം? വളരാൻ ആവശ്യമായ മണ്ണും വെള്ളവും സൂര്യപ്രകാശവും ധാതുക്കളും ഒന്നും ലഭിക്കുന്നില്ല. അതുകൊണ്ട് വിത്തുകൾ പലയിടത്ത് വിതരണമെന്നാണ് പറയുന്നത്. സോ ദ സീഡ്സ് ഹാവ് ടു ബി ഡിസ്പേഴ്സ്ഡ് ടു മെനി പ്ലേസ്. വല്ല മനസ്സിലായോ നിങ്ങൾ? എന്താണ് നമ്മുടെ സീഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴേ, വിതരണം ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണമെന്ന്? വിത്ത് എല്ലാം കൂടെ കൊണ്ടുവന്ന്, ഇപ്പം നമ്മുടെ കയ്യിൽ കുറേ ചീരയുടെ അരി തരുക, എല്ലാം കൂടെ കൊണ്ടുവന്ന് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ അമക്കി പിടിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടുവന്ന് തപ്പി അങ്ങ് വെക്കുവാണോ? അല്ല, അത് വിതറിയിടണം അല്ലേ? അതുപോലെ നമ്മുടെ കയ്യിൽ ഇപ്പം 10 വാഴത്തൈ തരുവാന്ന് വെച്ചോ, വാഴയുടെ തൈയില്ലേ, അത് കൊണ്ടുവന്ന് എല്ലാം കൂടെ ഒറ്റ മുട്ടിക്കൊണ്ട് കുഴിച്ചു വെക്കുമെന്ന് അല്ല, എല്ലാവർക്കും ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് അവർക്ക് അതിൻ്റെ വേര് വളരാനും എടുക്കാനും ഉള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കണം നമ്മൾ കേട്ടോ. എല്ലാം കൂടെ ഒറ്റ കുഴിയിൽ അങ്ങ് വെക്കും. ഒരു തെങ്ങിൻ തൈ 10 തെങ്ങിൻ തൈ നട്ട് കഴിഞ്ഞാൽ എന്താണ്?
അടുപ്പ് കൂട്ടുന്ന പോലെ 3 എണ്ണം അടുപ്പിച്ചടുപ്പിച്ച് ആണോ കുഞ്ഞുങ്ങളെ നടുന്നത്? അല്ല. എന്താണ്, അതിനൊക്കെ ഗ്യാപ്പുണ്ട്. ഇത്ര മീറ്റർ അകലെയാണ്, അല്ലേ? മീറ്റർ വേണ്ട, സെൻറ്റിമീറ്റർ എന്തെങ്കിലും വേണ്ട, മീറ്റർ വരുമോ അല്ലേ? അപ്പോൾ അത്രയും അകലം പാലിച്ചാണ് ഇത് നടേണ്ടതെന്നും ഒക്കെ അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? ഇഫ് ഓൾ ദി സീഡ്സ് ഓഫ് എ പ്ലാന്റ്സ് ഫാൾ ആൻഡ് ജെർമിനേറ്റ് at the base of the plant, they will not get the soil, water, sunlight and minerals they need to grow. So the seeds have to be dispersed to many places. ഒരു ചെടിയുടെ എല്ലാ വിത്തുകളും ചെടിയുടെ ചുവട്ടിൽ മുളച്ചാൽ, അല്ലേ, എല്ലാം മുളച്ചാൽ അവയ്ക്ക് വളരാൻ ആവശ്യമായ മണ്ണും വെള്ളവും സൂര്യപ്രകാശവും ധാതുക്കളും ഒന്നും ലഭിക്കത്തില്ല. അതുകൊണ്ട് വിത്തുകൾ എപ്പോഴും പലയിടത്തായിട്ട് കൊണ്ട് നടണം, അല്ലെങ്കിൽ വിതരണം എന്നാണ് പറയുന്നത്. അടുത്ത, വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന തേങ്ങയ്ക്കുള്ള അനുകൂലങ്ങൾ എന്തെല്ലാം? നമ്മൾ സീഡ് ഡിസ്പേഴ്സലിനെ കുറിച്ചാണ് മുമ്പ് പറഞ്ഞായിരുന്നല്ലോ. ഇതെങ്ങനെ? കാറ്റിലൂടെ, അല്ലേ? കാറ്റും നമ്മളത് പറഞ്ഞായിരുന്നല്ലോ. വിത്ത് എങ്ങനെയൊക്കെയാ ടെസ്റ്റിലല്ലേ കാണിച്ചേ? എങ്ങനെയൊക്കെയാണ് നിങ്ങളെ? ത്രൂ എങ്ങനെയൊക്കെയാ? വാട്ടർ ആൻഡ് വിൻഡ്, അല്ലേ? പിന്നെ ബേർഡ്സ് ആൻഡ് ആനിമൽസ് ബൈ ബേസ്റ്റിങ്, ഇത് നമ്മൾ പഠിച്ചതാണ്. അപ്പം ഈ വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു തേങ്ങയുടെ അനുകൂലങ്ങൾ എന്തെല്ലാം? ഹൗ ഡസ് coconut adapt for flowing through water? Even if it remains in water for a few days, it will not rot. എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? കുറച്ച് ദിവസം വെള്ളത്തിൽ കിടന്നാലും ഈ തേങ്ങ ചീഞ്ഞു പോവില്ല എന്നാ പറയുന്നത്. നമ്മുടെ ഒരു തെങ്ങ് ഈ റോഡ് കനാലിൻ്റെ ഒക്കെ സൈഡിൽ, അല്ലെങ്കിൽ അതുപോലെയൊക്കെ ഉള്ള അതിൻ്റെ സൈഡിൽ ഇത് തെങ്ങ് നട്ടാൽ ആ തേങ്ങ കറക്റ്റായിട്ട് വെള്ളത്തിൽ തന്നെ ആയിരിക്കും വീഴുന്നത്. അത് റോഡിൽ പോകുന്നവർക്കോ അല്ലെ വെള്ളത്തിൽ ഇറങ്ങുന്നവർക്കോ ഒക്കെ ആയിരിക്കും കിട്ടുന്നത്, അല്ലേ? ഈവൻ ഇഫ് ഇറ്റ് റിമൈൻസ് ഇൻ വാട്ടർ ഫോർ എ ഫ്യൂ ഡേയ്സ് ഇറ്റ് വിൽ നോട്ട് റോട്ട്. എന്ന് വെച്ചാൽ നിങ്ങളെ അതായത് കുറച്ച് ദിവസം വെള്ളത്തിൽ കിടന്നാലും ഇത് ചീഞ്ഞു പോവില്ല. കാരണം എന്താ? ഇറ്റ് വിൽ ഫ്ലോട്ട് ഇൻ എ വാട്ടർ ദ ഹസ്ക് ഈസ് ഫിൽഡ് വിത്ത് എയർ. അതായത് അതിൻ്റെ തൊണ്ടിൽ, ഹസ്ക് എന്ന് വെച്ചാൽ അതിൻ്റെ തൊണ്ട്, അത് വായു നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഈ വെള്ളത്തിൽ അത് പൊങ്ങിയായിരിക്കും കിടക്കുന്നത്. മനസ്സിലായോ? തേങ്ങ വെള്ളത്തിൻ്റെ മണ്ടയ്ക്ക് പൊങ്ങിയായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അതിനകത്ത് വെള്ളം വലുതായിട്ട് കയറത്തില്ല, പെതുക്കെ സാവധാനേ കയറത്തുള്ളെന്ന വായു അതിനകത്തുള്ളത് കൊണ്ട്. ഇറ്റ് വിൽ ഫ്ലോട്ട് ഇൻ ദ വാട്ടർ ആസ് ദ ഹസ്ക് ഈസ് ഫിൽഡ് വിത്ത് എയർ. ഈ തേങ്ങയുടെ ചോദ്യം ഒന്ന് അറിഞ്ഞിരിക്കണേ നിങ്ങളെ. തേങ്ങ വെള്ളത്തിൽ വീഴുമ്പോൾ പൊങ്ങിക്കിടക്കുന്നത് എന്തുകൊണ്ടാണ്? പൊങ്ങിക്കിടന്നാലുള്ള അവസ്ഥ എന്താണ്? കുറച്ച് ദിവസം വെള്ളത്തിൽ കിടന്നാലും അത് ചീഞ്ഞു പോവില്ല. തൊണ്ടിൽ വായു നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വെള്ളത്തിൽ അത് പൊങ്ങിക്കിടക്കുന്നു എന്നുള്ള ടെസ്റ്റിലെ ചോദ്യം അത് കേട്ടോ. അതുകൊണ്ടാണ്. അടുത്ത, വാട്ട് കുഡ് ബി ദ റീസൺസ് ബിഹൈൻഡ് അപ്പൂപ്പൻ താടീസ്? അപ്പൂപ്പൻ താടിയുടെ വേറൊരു പേരാണ് മിൽക്ക് വീഡ്സ് പപ്പൂസ് ഫ്ലൈങ് ഇൻ ദ വിൻഡ്. അപ്പൂപ്പൻ താടി കാട്ടിൽ പറക്കാൻ കാരണം എന്താണ്? ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? കാരണം എന്താണെന്നറിയോ? ഈ വിത്ത് വിതരണം എന്തിന് എന്നൊരു ചോദ്യം കണ്ടോ? ഇത് നിങ്ങളുടെ ഡിസ്പേഴ്സിൽ ഒരു സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം അതിൻ്റെ ചുവട്ടിൽ തന്നെ വീണ് മുളയ്ക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളരാൻ ആവശ്യമായ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതുലവണങ്ങൾ എന്നിവ ലഭിക്കില്ല. മനസ്സിലായോ? അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അതിനാൽ നമ്മൾ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ടെന്ന് മനസ്സിലായോ? ഇംഗ്ലീഷുകാരും ഉണ്ട് അത് കേട്ടോ. വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും ഇതുമൂലമാണ്. മനസ്സിലായോ? വിത്ത് വിതരണത്തിലുള്ള അനുകൂലങ്ങൾ എന്തെല്ലാം? വിത്ത് വിതരണത്തിലുള്ള അനുകൂലം, അതായത് ഇപ്പം നമ്മൾ തേങ്ങയുടെ കാര്യം പറഞ്ഞാൽ വെള്ളത്തിലൂടെ ഒഴുകി പോകുന്നത് തേങ്ങയ്ക്കുള്ള അനുകൂലങ്ങൾ എന്തെല്ലാമാണ്? അതാണ്ട് തേങ്ങ ഒഴുകി പോകുന്നതുണ്ടോ? ഇതിനെന്താണ്? കുറച്ച് ദിവസങ്ങൾ വെള്ളത്തിൽ കിടന്നാലും ഇത് ചീഞ്ഞു പോവില്ല. തൊണ്ടിൽ വായു നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വെള്ളത്തിൽ ഇത് പൊങ്ങിക്കിടക്കുമെന്നാണ് പറയുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് തന്നെ അങ്ങ് പഠിക്കണം. ക്വസ്റ്റ്യൻ ആൻസർ ആണ്. വിത്ത് വിതരണത്തിന്റെ അനുകൂലങ്ങൾ എന്തെല്ലാമാണ്? മനസ്സിലായുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നോക്കി, അപ്പൂപ്പൻ താടി കാറ്റിൽ പറക്കാൻ കാരണം എന്താണ്? അപ്പൂപ്പൻ താടി കാറ്റിൽ പറക്കാൻ, പടം കണ്ടോ നിങ്ങളെ? അത് കാണുമ്പോഴേ അറിയാം എന്താ. അപ്പൂപ്പൻ താടിയുടെ വേറൊരു പേരെന്താവും നിങ്ങളെ? മിൽക്ക് വീഡ് പപ്പൂസ് എന്നാ കേട്ടോ. മിൽക്ക് വീഡ് പപ്പൂസ്. അതെന്തുകൊണ്ടാണ് അത് പറന്നു പോകുന്നത്? ലൈറ്റ് സീഡ് എന്ന് വെച്ചാൽ എന്താ? ആ വിത്തിന് ഭാരം കുറവാണ്. പിന്നെ ഹെയർ ലൈക്ക് പാർട്ട് ടു ഫ്ലൈ ഹാവ് പാർട്ട് ദാറ്റ് ഹെൽപ്പ് ടു ഫ്ലൈ കേട്ടോ. എന്താ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു രോമം ഉണ്ടല്ലോ, അതാണ്ട് ഈ രോമം കണ്ടോ? ആ രോമം ഉള്ളത് കൊണ്ട് ഇതിൻ്റെ ചെവിട്ടിൽ ദാണ്ട് ഒരു ഇച്ചിരിയേ ഉള്ളൂ. അപ്പോൾ അതിന് ഭാരമില്ലാത്തത് കൊണ്ട് അതിങ്ങനെ പറന്നു പോകുന്നത്. ഹെയർ ലൈക്ക് പാർട്ട് ടു ഫ്ലൈ ഹാവ് പാർട്ട് ദാറ്റ് ഹെൽപ്പ് ടു ഫ്ലൈ. രോമം പോലുള്ള ഭാഗങ്ങളുള്ളത് കൊണ്ട് അതിന് പറക്കാൻ പറ്റുന്നു എന്നാണ്.
അടുത്ത ജന്തുക്കളും പക്ഷികളും ആഹാരമാക്കുന്ന എന്തൊക്കെ ഇതിനകത്ത് തന്നെ ഉള്ളതാണ്. ജന്തുക്കളും പക്ഷികളും ആഹാരമാക്കുന്ന എന്തൊക്കെ ഫലങ്ങളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത്? ഈ ഫലങ്ങൾക്ക് പക്ഷികളെ ആകർഷിക്കുന്നതിനുള്ള എന്തെല്ലാം പ്രത്യേകതകളുണ്ടെന്ന് കണ്ടോ നിങ്ങളെ ടെസ്റ്റിലെ ചോദ്യമാണ്. അപ്പൂപ്പൻ താടിയുടെ താഴെ കിടക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഫ്രൂട്ട്സ് അറൗണ്ട് യു ദാറ്റ് ആനിമൽസ് ആൻഡ് ബേർഡ്സ് ഈറ്റ്? എന്തൊക്കെയാണ് നമുക്ക് ചുറ്റുമുള്ളത്? ജന്തുക്കളും പക്ഷികളും ആഹാരമാകുന്നത് നമുക്ക് ചുറ്റുമുള്ള എന്തൊക്കെയുണ്ടോ നിങ്ങളെ? നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ എഴുതി വെച്ചാൽ മതി. ഞാൻ എഴുതി തന്നെ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതാം, പക്ഷേ എഴുതാൻ അറിയണേ. ഫലങ്ങൾക്ക് പക്ഷികളെ ആകർഷിക്കുന്നതിനുള്ള എന്തെല്ലാം പ്രത്യേകതകളുണ്ട്? എന്തെങ്കിലും ഒരു ഫലം എവിടെയെങ്കിലും നിൽപ്പുണ്ടെങ്കിലേ ഈ പക്ഷികൾ എങ്ങനെയാണ് ഇത് തിരിച്ചറിയുന്നത്? അതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫ്രൂട്ട്സ് ഫോർ അട്രാക്റ്റിംഗ് ബേർഡ്സ്? പക്ഷികളൊക്കെ എന്താ ഫലങ്ങളുണ്ടെങ്കിൽ പക്ഷികളെ ആകർഷിക്കുന്നതിനുള്ള എന്തെല്ലാം പ്രത്യേകതയുണ്ട്? അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ. എന്താ അതിൻ്റെ ഫ്ലഷി പാർട്ട്. ഇത് ചോദ്യം ഉള്ളതാണ് കേട്ടോ, നോക്കണേ. ഫ്ലഷി പാർട്ട് എന്ന് വെച്ചാൽ മാംസളമായ ഭാഗങ്ങളായിരിക്കും, സ്വീറ്റ് ടേസ്റ്റ് ആയിരിക്കും, ബ്രൈറ്റ് കളേഴ്സ് ആയിരിക്കും, ആരോമാറ്റിക് സ്മെല്ലായിരിക്കും, സോഫ്റ്റ് ടെക്സ്ചർ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഫ്ലഷി പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മാങ്ങ നല്ലപോലെ പഴുത്തിരിക്കുക, അല്ലെങ്കിൽ ഓമയ്ക്ക നല്ലതുപോലെ പഴുത്തിക്കുക. അത് എന്താ അതങ്ങോട്ട് കൊത്തുമ്പോഴേ എൻ്റെ ചുണ്ട് തന്നെ അങ്ങ് കയറിപ്പോ എന്ന് വെച്ചാൽ അത്ര ഫ്രഷി ആയിരിക്കും. സ്വീറ്റ് ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ബ്രൈറ്റ് കളർ, ഇനി നല്ലപോലെ പഴുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല ബ്രൈറ്റ് കളറായിരിക്കും. ആരോമാറ്റിക് സ്മെല്ല്, നല്ല മണമായിരിക്കും അല്ലേ. സോഫ്റ്റ് ടെക്സ്ചറുമായിരിക്കും കേട്ടോ, മനസ്സിലായോ? മാംസളമായ ഭാഗങ്ങൾ, മധുരമുള്ള രുചിയാണ്, നല്ല കളറായിരിക്കും, നല്ല മണമായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും എഴുതിക്കോ. ഭക്ഷ്യയോഗ്യമല്ലാത്ത ചില ഫലങ്ങൾക്ക് മറ്റു വസ്തുക്കളെ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കടലാടി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് കേട്ടോ, ഇതൊക്കെ നോക്കണേ. പിന്നെ അസ്ത്രപുല്ലെന്ന് പറയുന്നുണ്ട്, അത് കൈ മുറിയുന്ന അസ്ത്രപുല്ല്. ഓക്കെ, ഈ അനുകൂലനങ്ങൾ വിത്ത് വിതരണത്തിന് സഹായകമാകുന്നത് എങ്ങനെയാണ്? പാകമാകുമ്പോൾ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം ചെയ്യുന്നതേ. പൊട്ടിത്തെറിക്കും, നല്ലപോലെ വിളഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പൊട്ടിത്തെറിക്കുന്നവരാ നമ്മളാണോ? ദേഷ്യം വരുമ്പോൾ നമ്മളും പൊട്ടിത്തെറിക്കുമല്ലോ അല്ലയോ? പൊട്ടിത്തെറിക്കാൻ നമ്മളെ കഴിഞ്ഞിട്ട് വേറെ ആരെങ്കിലും ഉണ്ടാവും നിങ്ങളെ? പാകമാകുമ്പോൾ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം ചെയ്യുന്ന ഏതെല്ലാം സസ്യങ്ങളെ നിങ്ങൾക്കറിയാം? റബ്ബറിൻകായില്ലേ, നമ്മൾ റോഡിൽ പോകുമ്പോൾ ചിലപ്പോൾ കാണാനില്ലേ റബ്ബറിൻ്റെ അയ്യത്തൊന്ന് പൊട്ടിത്തെറിച്ചൊക്കെ നമ്മുടെ മുമ്പിലും ദേഹത്തും ഒക്കെ വീഴുന്നത് ഇല്ലേ കുഞ്ഞുങ്ങളെ? അതുപോലെ തന്നെ ഒരു കാശിത്തുമ്പ എന്ന് പറയുന്ന ഒരു സാധനം പറയുന്നുണ്ട്, കാശിത്തുമ്പ. ഇതൊക്കെ നോക്കണേ, ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? കാശിത്തുമ്പ കാട്ടിലൊക്കെ നിൽക്കുന്ന ഒരു തരം പൂവാന്ന് തോന്നുന്നു അല്ലേ. അതൊക്കെ വീട്ടിലുള്ളതല്ലെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ ഓർത്ത് വെച്ചാണ്. ഏതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾക്ക് എഴുതാം. പൊട്ടിത്തെറിക്കുന്ന ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ പേരൊന്നും എഴുതി വെക്കല്ലേ കേട്ടോ, പൊട്ടിത്തെറിക്കുന്ന പ്ലാന്റ്സ് കേട്ടോ. പാകമാകുമ്പോൾ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം ചെയ്യുന്നത്. വാട്ട് പ്ലാന്റ്സ് ഡു യു നോ ദാറ്റ് ബേസ്റ്റ് ആൻഡ് റിലീസ് സീഡ്സ് വെൻ ദേ റൈപ്പൺ? ഏതൊക്കെയാ? അതുപോലെ തന്നെ വെണ്ടയ്ക്ക, ലേഡീസ് ഫിംഗർ, വെണ്ടയ്ക്ക കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. നല്ലപോലെ വിളഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി അങ്ങ് പൊട്ടും. അതുപോലെ തന്നെ ബോൾസം അല്ലേ, റബ്ബർ സീഡ്സ്, ഇഷ്ടമുള്ളതൊക്കെ പറയാം. ഇനി നമ്മൾ അടുത്ത എന്താ? അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളൊക്കെ കാറ്റിലൂടെ പറക്കുക. ഇപ്പം നമ്മൾ കുറേ പറഞ്ഞില്ല, കാറ്റിലൂടെ ഉള്ളത് പൂപ്പന്താടിയുണ്ട്, പിന്നെ മഹാഗണി ഉണ്ടെന്ന് പറയുന്നുണ്ട്, പിന്നെ ബേസ്റ്റിംഗ് പൊട്ടിത്തെറിക്കുന്നത് ഏതാ? ഇപ്പം നമ്മൾ പറഞ്ഞത് ഇതൊക്കെയാണ്, വെണ്ടയ്ക്ക, ബോൾസം, റബ്ബർ സീഡ്സ്. ഇനി വെള്ളത്തിൽ കൂടെ പോകുന്നത് ഏതാ? തെങ്ങ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കാം. പിന്നെന്താ? ആനിമൽസ് ആൻഡ് ബേർഡ്സ് കഴിച്ചിട്ടിടുന്ന എന്തൊക്കെയാ? പേര, മാങ്ങ, ഇഷ്ടമുള്ള കൊടുക്കുക അല്ലേ. മാങ്ങ, പപ്പായ, എന്തോ വേണമെങ്കിലും ഒക്കെ കൊടുക്കുക. അപ്പോൾ ഈ ബോക്സ് നിങ്ങൾ നല്ലപോലെ ഒന്ന് ഫില്ല് ചെയ്യണേ നിങ്ങളെ. വിത്തുകൾ ഭക്ഷണത്തിനല്ലാതെ മറ്റെന്തെല്ലാം നമ്മൾക്ക് ഉപയോഗിക്കാം? വിത്തുകൾ ഉപയോഗിച്ചിട്ടുള്ള എന്തെല്ലാം കരകൗശലങ്ങൾ ഇതുപോലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? വിത്തുകൾ ഉപയോഗിച്ചില്ലേ? അടുക്കളയിൽ നിന്നെങ്ങാണോ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുമ്പോൾ അറിയാം അമ്മയുടെ തനി സ്വഭാവം അല്ലേ. ഇതൊക്കെ നിങ്ങൾ പറക്കി എടുത്തുകൊണ്ട് പോകുന്നതെന്ന് ആലോചിച്ചൊക്കെ. ഇതൊക്കെ കണ്ടോ, കടുവോ ഏതാണ്ടൊക്കെ പറക്കി വെച്ചിരിക്കുമോ? നിങ്ങളൊക്കെ ഇതെടുത്ത് ഒന്ന് നോക്കണേ, എന്നിട്ട് വീട്ടിലെ അവസ്ഥ എന്നോടൊന്ന് അറിയിപ്പിക്കണേ. വിത്ത് ഉപയോഗിച്ച് പലതരം കരകൗശല വസ്തുക്കൾ തയ്യാറാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ എന്നാ പറയുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ ഇലകളെ കുറിച്ചാണ്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇടാമെന്ന് വിചാരിച്ചാൽ, എന്നാലും ഞാനൊന്ന് പറയാം നിങ്ങളെ. ഇല കണ്ടോ, ഇതെന്താ പറയുന്നത്? വാട്ട് ഈസ് ദ യൂസസ് ഓഫ് വെയിൻസ്? എന്താ നിങ്ങളെ? യൂസസ് ഓഫ് വെയിൻസ്. നമ്മൾ ഇലകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ ലീവ്സ് ആർ കാൾഡ് ദ ഫുഡ് ഫാക്ടറീസ് ഓഫ് ദ പ്ലാന്റ്സ് ആണ് അല്ലേ. അപ്പം നിങ്ങൾ ആദ്യമേ എന്താ ഈ ഇലയെക്കുറിച്ച് പഠിക്കുമ്പോൾ എന്ത് ഇല ലീവ്സ് എന്ന് വെച്ചാൽ ലീവ്സ് ആർ കാൾഡ് ഫുഡ് ഫാക്ടറീസ് ഓഫ് ദ, ഒരു പ്ലാന്റ്സിൻ്റെ ഫുഡ് ഫാക്ടറി എന്നറിയപ്പെടുന്നത് അതിൻ്റെ ഇലയാണ്. ഫുഡിൻ്റെ ഫാക്ടറി എന്നറിയപ്പെടുന്നത് അല്ലേ. ആഹാരത്തിൻ്റെ കലവറ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത് തന്നെ ആഹാരത്തിൻ്റെ കലവറ. എന്ത് വേണമെങ്കിലും ഫുഡ് ഫാക്ടറീസ് ആർക്കാളുടെ ലീവ്സ് ആണ്. ഇനി പാർട്ട് ഓഫ് ലീവ്സ്, ഈ ഇലയ്ക്കകത്ത് തന്നെ എന്തെല്ലാം ഉണ്ട്? നിങ്ങൾക്ക് ടെസ്റ്റ് പഠിക്കാനില്ല, പക്ഷേ ഇലയ്ക്കകത്തിൽ ലാമിനയുണ്ട്, പെറ്റിയോൾസ് എന്ന് പറയുന്നുണ്ട്, വെയിനുണ്ട്, മിഡ്രിബ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം എന്താണ്? പാർട്ട് ഓഫ് ലീഫാണ്. ലാമിന, പെറ്റിയോൾസ്, വെയിൻസ്, മിഡ്രിബ്സ്, ഇതൊക്കെ കേട്ടോ. ഇനി എന്താണ് നിങ്ങൾക്ക്
പഠിക്കാനുള്ളത് വെനേഷനെ കുറിച്ചാണ്. എന്താണ് വെനേഷൻ? ദ പാറ്റേൺ ഫോംഡ് ബൈ ദ വെയിൻ ഓഫ് ദ ലീഫ് ഈസ് കാൾഡ് ലീഫ് വെനേഷൻസ്. അതാണ് നമുക്ക് മെയിൻ അറിഞ്ഞിരിക്കേണ്ടത്. ദ പാറ്റേൺ ഫോംഡ് ബൈ ദ വെയിൻ ഓൺ ദ ലീഫ് ഈസ് കാൾഡ് ലീഫ് വെനേഷൻ. ദാണ്ട് ഇത് കണ്ടു നോക്കൂ കുഞ്ഞുങ്ങളെ, ഇതൊരു ഇലയാണ് അല്ലേ, ഇതും ഒരു ഇലയാണ്. ഇതിനകത്തിൽ ദാണ്ട് ഈ കൊടുത്തിരിക്കുന്ന വെയിനുകളെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഈ ഇലയുടെ പ്രത്യേകം നോക്കിക്കേ, ഇതിൻ്റെ ആ മെയിൻ എന്താ വെയിൻ കണ്ടോ, ഇത് കണ്ടോ, ഇതിൽ നിന്നുമാണ് വേണ്ടേ ഇങ്ങോട്ടും ഒക്കെ പോയേക്കുന്നത്. പക്ഷെ ഇത് നോക്കിക്കേ, ഇതിനൊക്കെ ഓരോ പേരുണ്ട്. ഇതിനെ സമാന്തരമായിട്ട് നോക്കിക്കേ, ഇവിടുന്ന് കണ്ടോ ഒന്നിനെ കൂട്ടിമുട്ടാതെ പോയിരിക്കുകയാണ് കണ്ടോ. ഇതിനെ പാരലൽ വെനേഷൻ അല്ലെങ്കിൽ സമാന്തര വിന്യാസം എന്നാണ്. ഈ വെനേഷൻ എന്ന് വെച്ചാൽ വിന്യാസം എന്നാണ് കേട്ടോ, മലയാളം വിന്യാസം. അപ്പം നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം നിങ്ങളെ. പച്ചപ്പുള്ള ഭാഗങ്ങൾ നഷ്ടപ്പെട്ട ഈ ഇലകളിൽ അവശേഷിക്കുന്നത് എന്താ അതിൻ്റെ ആ വള്ളി പോലുള്ള സാധനം, അതാണ് അതിൻ്റെ വെയിൻ എന്ന് പറയുന്നത് കേട്ടോ. ഇലയിലേക്ക് ജലം എത്തിക്കുന്നതും ഇലയിൽ നിന്നും ആഹാരം കൊണ്ടുപോകുന്നതും ഈ ഭാഗങ്ങൾ വഴിയാണ്. അതാണ് അവിടുത്തെ മെയിൻ പോയിന്റ്. എന്താ നിങ്ങളെ, ഇലയിലേക്ക് ജലം എത്തിക്കുന്നതും ഇലയിൽ നിന്നും ആഹാരം കൊണ്ടുപോകുന്നതും ഈ ഭാഗങ്ങൾ. ഏത് ഭാഗങ്ങളാ? ഇതിൻ്റെ ഈ വെയിൻ അല്ലേ, ഇവയാണ് ഇലയിലെ സിരകൾ. വെയിനല്ല, സിരകൾ അല്ലേ. രണ്ട് ഇലകളിലെയും സിരകൾ വിന്യസിപ്പിച്ചിരിക്കുന്നത് ഒരേപോലെയാണോ? നോക്കിക്കേ, ഒരേപോലെയാണോ? ആദ്യത്തെ ചിത്രത്തിലെ ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ട് മീൻസ് ഇതാണ്, ഈ ഇലയുടെ ഞെട്ടിൽ നിന്നും അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന ഒരു പ്രധാന സിര നോക്കിക്കേ. ഈ അറ്റത്ത് നിന്ന് മേളി വരെ കണ്ടോ, നേരെ മേളി വരെ പോകുന്ന ഒരു സിര നോക്കൂ. സിര എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് മുമ്പേ പറഞ്ഞ വെയിൻ കേട്ടോ. നോക്കിക്കേ, ഭാഗത്ത് ഇലയുടെ ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന പ്രധാന സിര നോക്കൂ. അതിൽ നിന്നും പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലക്കണ്ണികൾ പോലെ കിടക്കുന്നത് കണ്ടില്ലേ? ഇതാണ് ജാലിക സിരാവിന്യാസം അല്ലെങ്കിൽ റെക്ടിക്കുലേറ്റ് വെനേഷൻ. ഇതിനെ എന്തോ നിങ്ങളെ കണ്ടേ, ഒന്നിങ്ങോട്ട് കണ്ടോ, ഇതിനെ എന്താ പറയുന്നത്? ഇത് ഓർത്തോണേ, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. ജാലിക സിരാവിന്യാസം അല്ലെങ്കിൽ റെക്ടിക്കുലേറ്റ് വെനേഷൻ എന്നാൽ എന്താണ്? ഇനി രണ്ടാമത്തെ ചിത്രത്തിലെ ഇലയിലെ സിരയിലെല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ, നമുക്കറിയാം നമ്മൾ മാത്സിലൊക്കെ പഠിക്കുന്നതല്ലേ സമാന്തര വര അല്ലേ. ഇലയുടെ ഞെട്ടിൽ നിന്നും തുടങ്ങി സമാന്തരമായി അഗ്രഭാഗത്തെത്തി അത് യോജിക്കുന്നു അല്ലേ. ഇവിടെ നിന്നും പോയിട്ട് ഇവിടെ വരെ അത് ഓരോ ലൈനായിട്ട് കണ്ടോ, ഓരോ ലൈനായിട്ട് അവരൊരിക്കലും കൂട്ടിമുട്ടാതെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിനെ സമാന്തര സിരാ വിന്യാസം അല്ലെങ്കിൽ പാരലൽ വെനേഷൻ എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇതെന്ന് വെച്ചാൽ ഒറ്റ സിര ഇങ്ങനെ പോയിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിൽ നിന്ന് ഒന്നിങ്ങോട്ട് അങ്ങോട്ട് അങ്ങനെ പോകുന്നത് എന്താ? ജാലിക സിരാവിന്യാസം അല്ലെങ്കിൽ റെക്ടിക്കുലേറ്റ് അല്ലേ. ഇത് നോക്കിയേ, സമാന്തരമായിട്ട് ഒന്നിനെയും കൂട്ടിമുട്ടാതെ പക്ഷെ അങ്ങ് വരെയും പോയിട്ടുണ്ട്, ഇനി അറ്റം വരെയും വരുന്നത് സമാന്തര സിരാവിന്യാസം എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. നോക്കിയേ, റെക്ടിക്കുലേറ്റ് വെനേഷൻ എന്നാൽ എന്താണ്? മെനി സ്മാൾ ബ്രാഞ്ചസ് ദാറ്റ് കം ഔട്ട് ഫ്രം ഇറ്റ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ലൈക്ക് ദ ലിങ്ക് ഓഫ് എ നെറ്റ്. ദിസ് ഈസ് എ റെക്ടിക്കുലേറ്റ് വെനേഷൻ. എന്നാൽ പാരലൽ വെനേഷനോ സമാന്തര സിരാവിന്യാസം എന്ന് വെച്ചാൽ ദ വെയിൻ ഇൻ ദ ലീഫ് സ്റ്റാർട്ട് ഫ്രം ദ നോഡ് ഓഫ് ദ ലീഫ് ആൻഡ് റീച്ച് ദ ടിപ്പ് ഇൻ പാരലൽ വിത്തൗട്ട് ടച്ചിങ് ഈച്ച് അതർ. അതിൻ്റെ മലയാളം കുഞ്ഞുങ്ങളെ ഞാനിപ്പോൾ വായിച്ചത് എന്താ? മെനി സ്മാൾ ബ്രാഞ്ചസ് ദാറ്റ് കംസ് ഔട്ട് ഫ്രം ഇറ്റ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ലൈക്ക് ദ ലിങ്ക് ഓഫ് എ നെറ്റ്. ദിസ് ഈസ് എ റെക്ടിക്കുലേറ്റ് വെനേഷൻ. എന്നാലോ ദ വെയിൻ ഇൻ ദ ലീഫ് സ്റ്റാർട്ട് ഫ്രം ദ നോഡ് മീൻസ് അതിൻ്റെ ഈ ഭാഗം നോഡ് എന്താ ഓഫ് ദ ലീഫ് ആൻഡ് റീച്ച് ദ ടിപ്പ് ഇൻ പാരലൽ വിത്തൗട്ട് ടച്ചിങ് ഈച്ച് അതർ. അതായത് ഈ ഞാൻ വരച്ചിട്ടതാണ്, മലയാളം മീഡിയക്കാർ നോക്കണേ. എന്താ? അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലകണ്ണികൾ പോലെ കിടക്കുന്നത് കൊണ്ട് ഇതിനെ ജാലിക സിരാ വിന്യാസം എന്നും, സിരകളെല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ ഞെട്ടിൽ നിന്നും തുടങ്ങി സമാന്തരമായ അഗ്രഭാഗത്ത് എത്തി യോജിക്കുന്നതിനെ സമാന്തര സിരാവിന്യാസം എന്നുമാണ് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇലയുടെ വരെ നമുക്ക് അവിടെ നിൽക്കട്ടെ കുഞ്ഞുങ്ങളെ. ഇവിടെ ജാലികയും ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ജാലിക സിരാ വിന്യാസവും ഈ ഇല കാണുമ്പോൾ നമുക്കറിയാം അല്ലേ. ഇങ്ങനെ ഇത് നിങ്ങൾക്ക് പടം തന്നിട്ട് ഇത് ഏതൊക്കെയാ പേര് എഴുതാനും ചോദിക്കാം. ഇത് നോക്കിക്കേ, ഒറ്റ ലൈനാ കണ്ടോ,
ഇതൊരിക്കലും എന്താ കണ്ടോ ഇത് രണ്ടും വ്യത്യാസം കണ്ടോ? ഇലകളിലുള്ള സ്ഥിരാവിന്യാസവും അവയുടെ വേരിൻ്റെ ഘടനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ടോയെന്ന് ഇനി അവിടെ മുതൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ അടുത്ത പാർട്ടിൽ ഇടാം കേട്ടോ. അപ്പം നിങ്ങൾ ഇത്രയും അങ്ങ് നോക്കണേ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ കാര്യം. നമ്മുടെ ഒന്നാമത്തെ ഇതിനകത്തിലേ നിങ്ങളോട് ചോദിച്ചായിരുന്നു ഈ സോയിൽസ് റിക്വയർഡ് ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. ഈ ജെർമിനേഷൻ ഓഫ് സീഡ്സിനെ സോയിൽ ആവശ്യമാണോ? ഓർമ്മയുണ്ടോ അങ്ങനെ ഒരു ചോദ്യം? നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരിക്കലും എന്താണെന്നൊന്നും ചോദിക്കത്തില്ല കേട്ടോ. നിങ്ങളുടെ ചോദ്യം എപ്പോഴും ഇങ്ങനെയായിരിക്കും. നിങ്ങളോട് ചോദിച്ച് വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമാണോ? നിങ്ങളോട് ചോദിക്കുമോ വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമുണ്ടോ? ഈ സോയിൽസ് റിക്വയർഡ് ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ്, വിത്ത് മുളയ്ക്കാൻ സോയിൽ ആവശ്യമുണ്ടോ? അപ്പം നമ്മൾ എക്സ്പെരിമെൻ്റ് എഴുതുമ്പോൾ എന്താണ്, ആദ്യമേ ഒരു എയിം കൊടുക്കണം, പിന്നെന്താ എന്തൊക്കെ മെറ്റീരിയൽ നമ്മൾ എടുക്കുന്നുണ്ട് അതെടുക്കണം, അതിൻ്റെ പ്രൊസീജിയർ എടുക്കണം, ഒബ്സർവേഷൻ വേണം, ഇൻഫറൻസ് വേണം കേട്ടോ. അപ്പോൾ ഈ മനസ്സിലാകുന്നുണ്ടോ നിങ്ങളെ? എക്സ്പെരിമെൻ്റ് ഇങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഞാനൊരു മോഡൽ കാണിച്ചെന്നേ ഉള്ളൂ. നിങ്ങളോട് ചോദിച്ച സോയിൽ റിക്വയർഡ് ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ് ആണോ എന്ന് വെച്ചാൽ എന്താ, ഒരു വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമുണ്ടോ? അപ്പം നമുക്ക് ടു ഫൈൻഡ് ഔട്ട് വെദർ സോയിൽ ഈസ് റിക്വയർഡ് ഫോർ ദ ജെർമിനേഷൻ ഓഫ്, നമുക്ക് കണ്ടുപിടിക്കാം സോയിൽ ഈസ് റിക്വയർഡ് ഫോർ ദ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് എടുത്തത്? ഒന്നാമത് നമ്മൾ എടുത്തത് ഡിസ്പോസിബിൾ ഗ്ലാസ്. എന്താ നിങ്ങളെ, ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്തു, ഒരു പീ സീഡ്സ് എടുത്തു, കോട്ടൺ എടുത്തു, വാട്ടർ എടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പോസിബിൾ ഗ്ലാസും കുറച്ച് പഞ്ഞിയും 3-4 പയറിൻ്റെ മണികളും വാട്ടറും വെള്ളവും എടുത്തു. എന്നിട്ടോ ആദ്യമേ പുട്ട് സ്മാൾ ഹോൾസ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ഡിസ്പോസിബിൾ ഗ്ലാസ്. പറയുമ്പോൾ എന്തോ വലിയ സംഭവം. ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്തിട്ടെ അതിൻ്റെ ചെവിട്ടിൽ 5-6 കിടുത്തിട്ട് കൊടുക്കാൻ. എന്നിട്ടോ സം കോട്ടൺ ഇൻ ദ ഗ്ലാസ് ആൻഡ് പുട്ട് 4 or 5 പീസ്. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, കുറച്ച് പഞ്ഞി അതിനകത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 4-5 നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5-6 പീ സീഡ്സ് പയറിൻ്റെ മണി ഇട്ട് കൊടുക്കുക. പുട്ട് സം വാട്ടർ ഇൻ ദ കോട്ടൺ. എന്നിട്ട് ആ പഞ്ഞിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? കീപ്പ് ദ ഗ്ലാസ് ഓപ്പൺ ഇൻ സൺലൈറ്റ്. എന്നിട്ട് എവിടെയെങ്കിലും സൂര്യപ്രകാശം ഉള്ളിടത്ത് കൊണ്ടുവന്ന് ഈ ഗ്ലാസ് കൊണ്ടുവന്ന് വെക്കുക. 4 മനസ്സിലായോ? ആദ്യമേ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് എടുക്കുക, അതിൻ്റെ മൂട്ടിൽ ഒരു 5-6 കിടുത്ത കൊടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് പഞ്ഞി ഇട്ട് വെക്കുക, 5-6 പയറുമണി ഇട്ട് വെക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം അതിൽ ഒഴിച്ച് കൊടുക്കുക. എന്ന് വെച്ചാൽ പഞ്ഞി കുതിർന്നിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് കീപ്പ് സം ഗ്ലാസ്. എന്നിട്ട് ഇതിൽ സൂര്യപ്രകാശം ഉള്ളിടത്ത്, എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെയുണ്ട്, സൂര്യപ്രകാശം ഉള്ളിടത്താണ് ഇത് കൊണ്ടുവെക്കുന്നത്. നമ്മളോട് ചോദിച്ച ചോദ്യം എന്താണ്, സോയിൽ നമുക്കൊരു വിത്ത് കിളിക്കാൻ മണ്ണിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് നമ്മളോട് ചോദ്യം. അപ്പോൾ നമ്മൾ മണ്ണിനെ അങ്ങ് ഒഴിവാക്കിയിട്ട് പിന്നെ നമ്മൾ എന്തൊക്കെ എടുത്താണ് ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നതെന്നാണ്. ഈ മെറ്റീരിയൽ എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് നമ്മൾ അതിൽ എടുത്തേക്കുന്നത്. ഇനി പ്രൊസീജിയർ എന്ന് വെച്ചാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത്. എയിം എന്ന് വെച്ചാൽ നമ്മുടെ എയിം സോയിലിൽ വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമുണ്ടോ എന്നാണ് നമ്മളുടെ എയിം. അതിനുവേണ്ടി നമ്മൾ എന്തെല്ലാം മെറ്റീരിയൽ എടുത്തു എന്നാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ പ്രൊസീജിയർ എന്ന് വെച്ചാൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അതിൽ ചെയ്തു എന്ന്. 4 ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ നിരീക്ഷിച്ചപ്പോൾ പീ സീഡ്സ് ആർ സ്പ്രൗട്ടഡ് വിത്ത് 3 or 4 days. 3-4 ദിവസത്തിന് ശേഷം ആ പയറുമണി കിളിച്ചു വന്നിരിക്കുന്നു എന്ന്. പീ സീഡ്സ് ആർ സ്പ്രൗട്ടഡ് എന്ന് വെച്ചാൽ പൊട്ടിക്കിളിച്ച് വന്നത് അല്ലേ. ഇൻഫറൻസ് എന്ന് വെച്ചാൽ സോയിൽ ഈസ് നോട്ട് എസെൻഷ്യൽ ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. വിത്ത് മുളയ്ക്കാൻ മണ്ണിൻ്റെ ആവശ്യമില്ല എന്ന് വല്ലതും പിടികിട്ടിയോ? ഇത് 5 മാർക്കിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ക്വസ്റ്റ്യൻ ആവും നിങ്ങളെ. വിത്ത് മുളയ്ക്കാൻ നമ്മുടെ ചോദ്യമാണ്, വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമുണ്ടോ? വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമില്ല എന്ന്. പക്ഷേ ഉണ്ടല്ലോ, വിത്ത് മുളയ്ക്കാനേ ഉള്ളൂ മണ്ണ് ആവശ്യമില്ലാത്തത്. ഈ വിത്ത് മുളച്ചതിന് ശേഷം അതിൻ്റെ ഇലയൊക്കെ വന്നതിന് ശേഷം മണ്ണുണ്ടെങ്കിലേ അത് നമ്മൾ അടുത്ത ഇതിലോട്ട്. അപ്പം നിങ്ങളോട് ചോദിച്ചത് ഇപ്പോഴേ ഉള്ളൂ വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ അതിൻ്റെ ആൻസർ വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമില്ല. അതിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് രണ്ടാമത്തെ ഇൻ വാട്ടർ റിക്വയർഡ് ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് വിത്ത് മുളയ്ക്കാൻ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ടാവും നിങ്ങളെ? ഇല്ല. എന്താണെന്നറിയോ? ഒബ്സർവേഷൻ. പീ സീഡ്സ് ആർ നോട്ട് വിത്ത്. ഇത് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വെള്ളം നമ്മൾ ആദ്യമേ അടിച്ചിരുന്നു. വെള്ളം ഇല്ലെങ്കിൽ ഇതൊന്നും കിളിക്കത്തില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ തന്നെ എഴുതുക. ഈ സോയിൽ മാറ്റിയിട്ട് അവിടെ എന്ത് കൊടുക്കുക, വാട്ടർ കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം എഴുതിയിട്ട് ലാസ്റ്റ് ഒബ്സർവേഷൻ്റെ അവിടെ എന്ത് കൊടുക്കുക, പീ സീഡ്സ് ആർ സ്പ്രൗട്ടഡ് വിത്ത് വെള്ളമല്ലേ. വെള്ളത്തിന് ഒബ്സർവേഷനിൽ പീ സീഡ്സ് ആർ നോട്ട് സ്പ്രൗട്ടഡ്. അതിൻ്റെ പയറുമണികൾ കിളിച്ചിട്ടില്ല എന്ന്. വെള്ളം ഒഴിക്കാഞ്ഞുകൊണ്ട് കിളിച്ചില്ല എന്നാണ് ഇൻഫറൻസ്. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. വിത്ത് മുളയ്ക്കുന്നതിന് ജലം ആവശ്യമാണ്.
ഇപ്പോൾ മനസ്സിലായോ എന്തൊക്കെ ആവശ്യമുണ്ട് എന്തൊക്കെ ആവശ്യമില്ല എന്ന് ഓർത്തോണേ. ഇത് എക്സ്പെരിമെൻ്റ് ആണ്. വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമില്ല, പക്ഷേ വിത്ത് മുളയ്ക്കുന്നതിന് ജലം ആവശ്യമാണ്. ഉള്ളതും ഇല്ലാത്തതും നമ്മൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ പറഞ്ഞായിരുന്നു. എന്നാൽ ഇത് നോക്കിക്കോണേ. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുക സൂര്യപ്രകാശം ഇല്ലെങ്കിൽ കിളിക്കുമോന്ന്. നിങ്ങൾക്ക് നമ്മുടെ ഇതിൽ തന്നെ എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഇതൊക്കെ ഈ കിടക്കുന്ന സംഭവം നിങ്ങളെ ഇത് ഗ്ലാസ്സിലിട്ട് വെച്ച് വെളി വെച്ചു, ഇത് കണ്ട പഞ്ഞിക്കകത്ത് ഇട്ട് വെച്ചു, ഇത് കണ്ടോ, ഇതൊക്കെ ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. ഇത് എങ്ങനെ എഴുതുമെന്നോ. അടുത്ത എക്സ്പെരിമെൻ്റ് 3 സൂര്യപ്രകാശം കിടക്കാത്ത സ്ഥലത്ത് കൊണ്ടുവെക്കുന്നത് പീ സീഡ്സ് ആർ സ്പ്രൗട്ടഡ്. സൂര്യപ്രകാശം ഇല്ലെങ്കിലും എന്താണ് വിത്ത് മുളയ്ക്കും കേട്ടോ. അതിൻ്റെ എക്സ്പെരിമെൻ്റ് എഴുതിക്കോണം. സൂര്യപ്രകാശം ഇല്ലെങ്കിലും നമ്മുടെ വിത്ത് മുളയ്ക്കും. ഈ ഒരു എക്സ്പെരിമെൻ്റ് എഴുതുമ്പോൾ ആദ്യമേ എന്ത് ചെയ്യണം, അതിൻ്റെ എയിം എഴുതണം, മെറ്റീരിയൽ എന്തൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുതണം, പ്രൊസീജിയർ എഴുതണം. പ്രൊസീജിയർ എന്ന് വെച്ചാൽ എന്താണ്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത്. ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ നമുക്ക് എന്താ കിട്ടിയത്, അത് കിളിച്ചോ ഇല്ലയോ എന്നുള്ളത്. ഇൻഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ച ചോദ്യം സോയിൽ ഈസ് നോട്ട് എസെൻഷ്യൽ ഫോർ ദ ജെർമിനേഷൻ ഓഫ്. വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമേ ഇല്ല. പിന്നോ വിത്ത് മുളയ്ക്കുന്നതിന് ജലം ആവശ്യമാണ്. പിന്നോ സൂര്യപ്രകാശം ഇല്ലെങ്കിലും വിത്ത് മുളയ്ക്കും. വിത്ത് മുളയ്ക്കുന്നതിന് വായു, ജലം, അനുകൂല താപനില എന്നിവയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വായുവും ജലവും അനുകൂല താപനിലയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പിടികിട്ടിയോ നിങ്ങളെ? അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും മതി. 40 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മൾ ഇലയെക്കുറിച്ച് ഇലയുടെ വരെ പഠിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കണേ നിങ്ങളെ. അപ്പം നമ്മളിവിടെ വരെ അല്ലേ, ബാക്കി ക്വസ്റ്റ്യൻ ഒരു പാർട്ട് കൂടെ ആകുമ്പം നമുക്ക് അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ ആൻസറും ലെറ്റേഴ്സും കൂടി ഇടാം. അപ്പോൾ ആ ചാപ്റ്റർ തീരും. വൃത്തിയായിട്ട് പഠിച്ചോണം. നമുക്ക് ഓണപ്പരീക്ഷ വരികയാണ് കേട്ടോ. അതുപോലെ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ കമൻറ്റും ഒക്കെ ഒന്ന് പറയണേ നിങ്ങളെ. ആരും കമൻറ്റ് ഇടുന്നില്ല കേട്ടോ. അതുപോലെ ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഇതിനകത്തിലൊരു 100-ലൊരു 80 പേരും കണ്ടിട്ട് പോവുക, ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ. അതെനിക്കൊരു വലിയ വിഷമമുള്ള കാര്യം കേട്ടോ. നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്തിട്ട് കാണണ്ടേ കേട്ടോ. ഓക്കെ, താങ്ക് യു.